നിങ്ങളുടെ ജീവിതത്തിൽ പണം എപ്പോഴും ഒരു വലിയ പോരാട്ടമായി തോന്നാറുണ്ടോ? എത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും എത്രയൊക്കെ വിയർപ്പൊഴുക്കിയാലും മാസാന്ത്യമാകുമ്പോഴേക്കും കയ്യിലൊന്നും ബാക്കിയില്ല എന്ന നിസ്സഹായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലർ വളരെ എളുപ്പത്തിൽ സമ്പത്തുണ്ടാക്കുമ്പോൾ മറ്റു ചിലർ ജീവിതകാലം മുഴുവൻ കടങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കുടുങ്ങിക്കിടക്കുന്നത്? ഇതിന് കാരണം കേവലം അവരുടെ തലവരയോ ഭാഗ്യമോ മാത്രമല്ല. പണം എന്നത് വെറുമൊരു കടലാസോ നാണയമോ അല്ല, അത് വളരെ ശക്തമായ ഒരു ഊർജ്ജമാണ്. നാം എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ ഊർജ്ജം നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിരന്തരം ദാരിദ്ര്യത്തെക്കുറിച്ചും കടങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന ഒരാളിലേക്ക് പണം ഒരിക്കലും എത്തിച്ചേരില്ല. കാരണം അവരുടെ മനസ്സിലെ ഊർജ്ജം പണത്തെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പകരം സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് കൂടുതൽ സമ്പത്തെത്തിക്കും. ഇതാണ് ആകർഷണ നിയമം അടിസ്ഥാനപരമായി നമ്മെ പഠിപ്പിക്കുന്നത്. പലരും വിചാരിക്കുന്നത് എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചാൽ ഉടൻ അത് അത്ഭുതകരമായി മുന്നിലെത്തുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല ഇത് പ്രവർത്തിക്കുന്നത്. വെറുതെയിരുന്ന് ചിന്തിച്ചതുകൊണ്ട് മാത്രം ആരും കോടീശ്വരന്മാരായിട്ടില്ല. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും ഒരുപോലെയാകുമ്പോൾ മാത്രമേ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകൂ. സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അതിനായി പാകപ്പെടുത്തേണ്ടതുണ്ട്. ദാരിദ്ര്യബോധത്തിൽ നിന്നും സമൃദ്ധിയുടെ ബോധത്തിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറ്റി വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ആകർഷിക്കാൻ സഹായിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ പണത്തോടുള്ള നിങ്ങളുടെ സമീപനം മാറുകയും സാമ്പത്തിക വിജയം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. ഇത് വെറുമൊരു കേട്ടുകേൾവിയല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷിച്ച് വിജയിച്ച ശാസ്ത്രീയവും മാനസികവുമായ ചില രീതികളാണ്. ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി മനസ്സിലാക്കുന്നതിനു മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇത്തരം കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണത്തോട് നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. നന്ദി അഥവാ കൃതജ്ഞത എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ വികാരങ്ങളിലൊന്നാണ്. നമ്മൾ എന്തിനോട് നന്ദി കാണിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നതാണ് പ്രകൃതിയുടെ നിയമം. പലപ്പോഴും നാം ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്നു. മറ്റുള്ളവരുടെ വീടും കാറും ബാങ്ക് ബാലൻസും കണ്ട് നമ്മൾ നമ്മെ തന്നെ പഴിക്കുന്നു. ബില്ലുകൾ അടയ്ക്കുമ്പോഴോ സാധനങ്ങൾ വാങ്ങുമ്പോഴോ നമ്മുടെ ഉള്ളിൽ ഒരുതരം വിഷമവും ആശങ്കയുമാണ് ഉണ്ടാകുന്നത്. അയ്യോ, എന്റെ കയ്യിലെ പണം തീർന്നുപോകുകയാണല്ലോ എന്ന ചിന്തയാണ് പലരെയും അലട്ടുന്നത്. ഈ ചിന്ത ദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വൈദ്യുതി ലഭിച്ചതുകൊണ്ടാണല്ലോ ആ ബില്ല് അടയ്ക്കുന്നത്. നിങ്ങൾക്ക് ആഹാരം വാങ്ങാൻ കഴിയുന്നത് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പണമുള്ളതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് പണം ചെലവാക്കുമ്പോൾ ഒരിക്കലും സങ്കടപ്പെടരുത്. പകരം ആ ആവശ്യം നിറവേറ്റാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായല്ലോ എന്നോർത്ത് നന്ദി പറയുക. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സൗകര്യങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ തുകയ്ക്ക് പോലും പൂർണ്ണ മനസ്സോടെ നന്ദി പറയുക. ഒരു ചെറിയ പുസ്തകമെടുത്ത് ദിവസവും 3 കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്ക് സാമ്പത്തികമായി ലഭിച്ച ചെറിയ സഹായങ്ങളോ നിങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞ സാധനങ്ങളോ ആകാമത്. ഇങ്ങനെ നിരന്തരം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ദാരിദ്ര്യബോധം മാറി സമൃദ്ധിയുടെ ബോധമുണരുകയും പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ പണം നൽകുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, വ്യക്തമായ ലക്ഷ്യം തീരുമാനിക്കുകയും അത് എപ്പോഴും മനസ്സിൽ കാണുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ എവിടേക്കാണ് പോകേണ്ടത് എന്ന് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ എത്തിച്ചേരുകയുള്ളൂ. അതുപോലെയാണ് സാമ്പത്തിക കാര്യങ്ങളും. എനിക്ക് കുറേ പണം വേണം, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു കോടീശ്വരനാകണം എന്നൊക്കെ പറയുന്നത് വളരെ അവ്യക്തമായ ആഗ്രഹങ്ങളാണ്. പ്രപഞ്ചത്തിന് വ്യക്തമായ സന്ദേശങ്ങൾ മാത്രമേ മനസ്സിലാകൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പണം വേണം, എന്തിനുവേണ്ടി വേണം, എപ്പോൾ വേണമെന്ന് കൃത്യമായി തീരുമാനിക്കുക. ഉദാഹരണത്തിന്, ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് എന്റെ ബിസിനസ്സിൽ നിന്നും എനിക്ക് ഇത്ര രൂപ ലാഭം ലഭിക്കണമെന്ന് കൃത്യമായി മനസ്സിൽ ഉറപ്പിക്കുക. ലക്ഷ്യം തീരുമാനിച്ചാൽ മാത്രം പോരാ, ആ ലക്ഷ്യം നേടിയെടുത്തതായി ദിവസവും ഭാവനയിൽ കാണണം. ഇതിനെയാണ് മാനസിക ചിത്രീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപും രാവിലെ ഉണർന്ന ഉടനെയുമുള്ള സമയങ്ങളിൽ കണ്ണുകളടച്ച് ശാന്തമായിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾക്ക് ലഭിച്ചതായി സങ്കൽപ്പിക്കുക. ആ പണം ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു, നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടി നിങ്ങൾ എത്ര സമാധാനത്തോടെ ഇരിക്കുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിൽ കാണുക. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും പൂർണ്ണമായി അനുഭവിക്കുക. നിരന്തരം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ ലക്ഷ്യത്തെ ഒരു യാഥാർത്ഥ്യമായി സ്വീകരിക്കുകയും അത് നേടാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നുതരികയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതാണ്. നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പണത്തെക്കുറിച്ച് ഒട്ടേറെ തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. പണം എല്ലാ തിന്മകൾക്കും കാരണമാണ്. സമ്പന്നരായ ആളുകൾ അഹങ്കാരികളും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരുമാണ്. പണം സമ്പാദിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
നമ്മളൊന്നും വലിയ പണക്കാരാകാൻ ജനിച്ചവരല്ല തുടങ്ങിയ വാചകങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഈ ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ പണത്തെ വെറുക്കുകയും അതിനെ നമ്മിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നു. പണം എന്നത് വെറുമൊരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളും ചെയ്യാം, ചീത്ത കാര്യങ്ങളും ചെയ്യാം. അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ സ്വഭാവമനുസരിച്ചാണ് അതിന്റെ ഫലമിരിക്കുന്നത്. ഒരു കത്തി ഉപയോഗിച്ച് പച്ചക്കറി അരിയാം, വേണമെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാനും ഉപയോഗിക്കാം. അതിൽ കത്തിക്ക് യാതൊരു തെറ്റുമില്ല. അതുപോലെയാണ് പണവും. പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണവും നല്ല ചികിത്സയും ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് പണത്തെക്കുറിച്ചുള്ള പഴയ തെറ്റായ വിശ്വാസങ്ങൾ മാറ്റിയെടുക്കുക. ദിവസവും സ്വയം നല്ല വാചകങ്ങൾ പറയുക. പണം വളരെ എളുപ്പത്തിൽ എന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആവശ്യമായ സമ്പത്ത് എന്റെ ചുറ്റും തന്നെയുണ്ട്. ഞാൻ സാമ്പത്തികമായി വളരെ സുരക്ഷിതനാണ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാചകങ്ങൾ ദിവസവും ആവർത്തിച്ച് പറയുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ തടസ്സങ്ങളെ നീക്കുകയും പണത്തെ ആകർഷിക്കാൻ സഹായിക്കുകയും ചെയ്യും. നാലാമത്തെ കാര്യം പ്രചോദിതമായ കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. ആകർഷണ നിയമം എന്നത് വെറുതെ ഒരിടത്ത് അടങ്ങിയിരുന്ന് സ്വപ്നം കാണാനുള്ള ഒരു വിദ്യയല്ല. പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങൾ കൊണ്ടുവന്നു തരും. എന്നാൽ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ വ്യക്തമായ ഒരു ലക്ഷ്യം വയ്ക്കുകയും അത് നേടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില പുതിയ ആശയങ്ങൾ തോന്നും, ചില പുതിയ ആളുകളെ പരിചയപ്പെടാൻ സാധിക്കും, പുതിയ വഴികൾ തുറന്നുകിട്ടും. അത്തരം സന്ദർഭങ്ങളിൽ ഒട്ടും മടികൂടാതെ പ്രവർത്തിക്കുക. നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനോ ഉള്ള തോന്നലുണ്ടാകുമ്പോൾ അത് ഉടൻ തന്നെ ചെയ്യുക. പലരും ലക്ഷ്യങ്ങൾ വയ്ക്കും, പക്ഷേ അതിനുവേണ്ടി ഒരു ചെറിയ ചുവട് പോലും മുന്നോട്ട് വയ്ക്കില്ല. ഒരു പടക് കരയിലിട്ടിട്ട് എത്ര പ്രാർത്ഥിച്ചാലും അത് തനിയെ മുന്നോട്ടു പോകില്ല. നമ്മൾ തന്നെ തുഴയണം. എന്നാൽ കൃത്യമായ ലക്ഷ്യബോധത്തോടെ തുഴയുമ്പോൾ കാറ്റും ഓളങ്ങളും നമുക്ക് അനുകൂലമായി വരും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. സമ്പത്തുണ്ടാക്കാൻ എന്തൊക്കെ വഴികളുണ്ടെന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്ന ചെറിയ അവസരങ്ങളെപ്പോലും അവഗണിക്കരുത്. ചിലപ്പോൾ ആ ചെറിയ അവസരങ്ങളാകും നിങ്ങളെ വലിയ സാമ്പത്തിക വിജയങ്ങളിലേക്ക് നയിക്കുന്നത്. ഓർക്കുക, നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയാണ് നിങ്ങൾ പ്രപഞ്ചത്തോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ ശക്തമാണെങ്കിൽ ഫലവും അതിവേഗത്തിൽ നിങ്ങളെ തേടിയെത്തും. അഞ്ചാമത്തെ കാര്യം ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ പൂർണ്ണമായും ഒഴിവാക്കി പ്രപഞ്ചത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ്. ഇത് പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ലക്ഷ്യം തീരുമാനിച്ചാൽ പിന്നെ എപ്പോഴാണ് പണം വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്ന് നിരന്തരം ചിന്തിച്ച് ആശങ്കപ്പെടുന്നവരാണ് മിക്കവാറും ആളുകൾ. ഈ അമിതമായ ഉത്കണ്ഠ നിങ്ങളുടെ ലക്ഷ്യത്തിനും നിങ്ങൾക്കുമിടയിൽ വലിയൊരു മതിൽ തീർക്കുകയാണ് ചെയ്യുന്നത്. ഒരു കർഷകൻ വിത്ത് മണ്ണിൽ പാകിയാൽ പിന്നെ ദിവസവും ആ വിത്ത് മാന്തിയെടുത്ത് അത് മുളച്ചോ എന്ന് നോക്കാറില്ല. അവൻ ആ മണ്ണിൽ വെള്ളമൊഴിച്ച് വളമിട്ട് ക്ഷമയോടെ കാത്തിരിക്കും. കൃത്യമായ സമയമാകുമ്പോൾ അത് മുളച്ചുവരും എന്ന് അവന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതേ വിശ്വാസം നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ കാര്യത്തിലും നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. എങ്ങനെ പണം വരും എന്നതിനെക്കുറിച്ച് നിങ്ങൾ തലപുകയ്ക്കേണ്ടതില്ല. അത് പ്രപഞ്ചത്തിന്റെ ചുമതലയാണ്. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് പണം ലഭിക്കില്ലേ എന്ന ഭയം മനസ്സിൽ നിന്നും എടുത്തുകളയുക. പകരം ആ പണം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസത്തോടെ ഓരോ ദിവസവും ജീവിക്കുക. പൂർണ്ണമായും കാര്യങ്ങൾ പ്രപഞ്ചത്തിന് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭാരമെല്ലാം ഒഴിഞ്ഞുപോവുകയും നിങ്ങൾ വളരെ ശാന്തനാകുകയും ചെയ്യും. ഈ ശാന്തമായ അവസ്ഥയിലാണ് ഏറ്റവും മികച്ച രീതിയിൽ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സാണ് ആദ്യം മാറേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായി തീരുമാനിക്കുകയും അവ നേടിയെടുത്തതായി ദിവസവും ഭാവനയിൽ കാണുകയും ചെയ്യുക. പണത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ തെറ്റായ ധാരണകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കുക. പണം വളരെ നല്ലതാണെന്നും അത് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കുമെന്നും വിശ്വസിക്കുക. ലക്ഷ്യത്തിലെത്താനുള്ള പ്രചോദിതമായ പ്രവൃത്തികൾ ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കാതിരിക്കുക. അവസാനം അമിതമായ ഉത്കണ്ഠകൾ ഒഴിവാക്കി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധ്യമാകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഈ 5 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി മാറ്റുക. ഒറ്റ ദിവസം കൊണ്ട് ഒരുപക്ഷേ വലിയ മാറ്റങ്ങൾ കണ്ടില്ലെന്ന് വരാം. എന്നാൽ നിരന്തരമായ പരിശീലനത്തിലൂടെ നിങ്ങളുടെ ചിന്താഗതികൾ മാറുകയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സാമ്പത്തിക സമൃദ്ധി നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക നില എന്തുതന്നെയായിരുന്നാലും അവിടെ നിന്നും വലിയൊരു ഉയർച്ചയിലേക്ക് പോകാൻ ഈ രീതികൾ നിങ്ങളെ സഹായിക്കും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.